ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീകുട്ടിൻ്റെ റൂമാണ് കേട്ടോ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ റൂം എന്താ വെച്ചാൽ നമ്മുടെ കാർപ്പറ്റ് വന്നിട്ടില്ല. ഇതിൽ കാർപ്പറ്റ് ഇട്ടതായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മാർച്ച് 1-നാണ് വരുള്ളൂ. അപ്പോൾ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇപ്പോൾ തൽക്കാലം എന്താ ഈ ഒരു കോലത്തിലായിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിൻ്റെ റൂം. ഞങ്ങൾ 2 ദിവസം രാത്രി ഏകദേശം 2 മണി വരെയൊക്കെ ഒന്ന് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സൺഡേയിലും വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ ഫസ്റ്റ് കണ്ട ആ ഒരു മേക്ക് ഓവറിലേക്ക് ഇതെത്തിയത്. കുറച്ച് പൈസയും കുറച്ച് ഹാർഡ് വർക്കും കുറച്ച് സ്മാർട്ട് വർക്കും ഇത്രയ്ക്കും വേണം നമുക്ക് മേക്ക് ഓവർ ചെയ്യാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നല്ലോണം പൈസ ചിലവാക്കിയ പിന്നെ ഹാർഡ് വർക്കൊന്നും വേണ്ട, നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കുക, അതങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് എല്ലാം ശരിയാക്കി തരും. അപ്പോൾ നമ്മുടെ ഒരു പൈസ കുറവാകുമ്പോൾ നമ്മളതിനനുസരിച്ച് ഹാർഡ് വർക്കും കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ ഡേ ഞങ്ങൾ ഒരു 2 മണി വരെ ഏകദേശം ജോലി ചെയ്തു. എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന ജോലികൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ ദിവസം അലമാരിയും മേശയാണ് ഞങ്ങൾ പെയിൻ്റ് അടിച്ചത്. ഒരാൾ അലമാരി ഒരാൾ മേശയും പെയിൻ്റ് അടിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം വന്നിട്ട് അത് 2 പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇനി അവിടെ വൈറ്റ് വാഷ് പെയിൻ്റ് അടിക്കുമ്പോൾ വൈറ്റ് വാഷ് അല്ല അത് അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് വൈറ്റ് വാഷ് അടിക്കുമ്പോൾ ഇതുമൊക്കെ തെറിക്കില്ലേ. അപ്പോൾ ഇത് പെയിൻ്റ് അടി കഴിഞ്ഞതാണല്ലോ. വുഡ് പെയിൻറ്റിൻ്റെ കളറാണ് കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാൾപേപ്പർ കിട്ടും, വുഡിൻ്റെ അതേ കളർ കിട്ടും, അല്ലെങ്കിൽ വൈറ്റ് കളറോ ഏത് കളർ വേണമെങ്കിലും കിട്ടും. നല്ല കറക്റ്റായിട്ട് ഇതുമൊക്കെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഒട്ടിക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക്. പക്ഷേ അത് ഭയങ്കര കുറച്ചും കൂടി ചിലവ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചത് കേട്ടോ. എന്തായാലും മേശയുടെ മുകളിൽ വുഡിൻ്റെ ഒരു വാൾപേപ്പർ വാങ്ങിച്ച് ഒട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഒക്കെ ഓർഡർ ചെയ്തിട്ട് എന്തായാലും 3-4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ പതുക്കെ ഞാൻ ഇത് എല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പറ്റിയെങ്കിൽ ഒരു ഹോം ടൂർ ചെയ്യാം. അപ്പോൾ ഇതിൽ പോരായുള്ളതൊക്കെ അതിൽ മേക്ക് ഓവർ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. ഞാൻ നല്ല മാസ്കൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ചേട്ടൻ മാസ്ക് താടിക്ക് വെച്ചിട്ട് ചെയ്തു. അത് കാരണം പിറ്റേ ദിവസം നല്ല ജലദോഷം പിടിപെട്ടു കേട്ടോ. കട്ടനൊക്കെ നമ്മുടെ മാറ്റി. കട്ടൻ വലിയ കുഴപ്പമുള്ളതല്ല, പക്ഷേ എല്ലാതും മാറ്റുമ്പോൾ പിന്നെ കട്ടനും കൂടി മാറ്റാമെന്ന് വിചാരിച്ച് ആ കട്ടനും മാറ്റി കേട്ടോ. പിന്നെ ജനലുകളൊക്കെ അങ്ങോട്ട് തുറന്നിട്ടു. എന്നുവെച്ചാൽ പെയിൻ്റ് അടിക്കുമ്പോൾ എന്തായാലും നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ആദ്യം ചൂല് വെച്ച് മാറാലയൊക്കെ ഒന്ന് തട്ടി. ചൂല് വെച്ചിട്ട് അടിക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ മാറാലകൾ പോലും നന്നായിട്ട് പോകും കേട്ടോ. പിന്നെ അത് ഞങ്ങൾ തലേദിവസം അടിച്ചുകൊണ്ട് പെയിൻ്റ് അടിച്ചുല്ലോ. അപ്പോൾ അതുമൊക്കെ താഴത്ത് വീഴാണ്ടിരിക്കുക അടിയിൽ വിരിച്ച പേപ്പറുകളാണത്. അത് കഴിഞ്ഞത് ഫാനും എല്ലാതും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇനി പെയിൻ്റ് അടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ വാതിലും കട്ടിലുമാണ് ഇന്ന് പ്രൈമർ അടിച്ച് ഇടാമെന്ന് വിചാരിച്ചേക്കണ്. ചേട്ടൻ മൊത്തത്തിൽ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യമൊന്നും മറാല അടിച്ചിട്ട് ആ പൊടിയൊന്നും അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഡ്രില്ല് ചെയ്യാമെന്ന് വെച്ചാൽ ഈ 2 പാളി ജനലയ്ക്ക് കർട്ടൻ്റെ കൊളുത്തൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു പൈപ്പായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഒരു പൈപ്പാകുമ്പോൾ ഏകദേശം 2 പാളി ജനലെന്ന് വെച്ചാൽ 3 എണ്ണത്തിനും 3 പാളി ജനലെന്ന് വെച്ചാൽ 2 എണ്ണത്തിനാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അത് അളവ് നോക്കി മുറിക്കുന്നതാണ് കറക്റ്റ്. നമ്മൾ ശരിക്കും ഒരു 50 ഇഞ്ചാണ് വേണ്ടത്, പക്ഷേ ഇത് അത്രയ്ക്കില്ല, 48 അപ്പോൾ അതങ്ങനെ അളന്ന് നോക്കി കറക്റ്റായിട്ട് നമ്മൾ അളന്ന് നോക്കിയിട്ട് തന്നെ മുറിക്കണം, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ആ മുറിച്ച ഭാഗം നല്ലോണം ഉരയ്ക്കുകയാണ്. നമ്മുടെ കൈയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അളവെടുത്ത് വരച്ച് ഓരോ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടാണ് ചേട്ടൻ ഡ്രില്ല് ചെയ്ത് ഹോളൊക്കെ റെഡിയാക്കി അതിൻ്റെ ഉള്ളിൽ പൈപ്പും സ്ക്രൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തത് കേട്ടോ. ഡ്രില്ല് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതിങ്ങനെ ഡ്രില്ല് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പിന്നിൽ നിൽക്കും, ഒളിച്ച് നിൽക്കണ മാതിരി നിൽക്കുക കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ചേട്ടൻ അത് ചെയ്യണതിൻ്റെ ഇടയിൽ ആരും കണക്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ടോ, ഒരു ബോക്സ് പോലത്തെ, അത് താഴോട്ട് വീണു. പിന്നെ ഞാൻ ഓടിപ്പോയി ഓഫാക്കി അത് കറക്റ്റാക്കി ഒക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ അതൊക്കെ റെഡിയാക്കി, അങ്ങനെ പൈപ്പൊക്കെ റെഡിയാക്കി ഹോളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ചേട്ടൻ അവിടെ നിറയെ അഴുക്കുള്ള ഭാഗമൊക്കെ ഉരച്ചു. ഞാൻ വാതിലാണല്ലോ, അപ്പോൾ ആ വാതിൽമേയും അഴുക്കുള്ള ഭാഗമൊക്കെ നന്നായിട്ട് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രൈമർ അടിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് വൈറ്റ് വാതിൽ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ അഴുക്കാവും. അന്നിത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 3-3.5 വർഷമായില്ലേ. നമ്മൾ 1-2 വർഷമൊക്കെ ആകുമ്പോഴേക്കും പെയിൻറ്റുകളൊക്കെ എന്തായാലും മങ്ങി തുടങ്ങും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ എന്തായാലും ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അങ്ങനെ പ്രൈമർ അടിച്ച് പിന്നെ വെയിൽ കൊള്ളുന്നിടത്തുള്ള വാതിലുകളൊക്കെ ഉണ്ട്, കുറേ വാതിലുകൾ പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അടിക്കണം. നമ്മളിപ്പോൾ ഓരോ റൂമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് വെള്ളിയാഴ്ച പറ്റിയെങ്കിൽ കിച്ചൺ മേക്ക് ഓവറായിട്ട് വരാം.
ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരികയാണെങ്കിൽ ഇത് നമ്മൾ മുകളിൽ അടിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് വന്നതാണ്, ഇങ്ങനെ മോപ്പിൻ്റെ ഇതുമ്മ കുത്തിയിട്ട് അടിച്ചാൽ നല്ല എളുപ്പമായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അത് വേഗം ചെയ്തതാണ് കേട്ടോ. ഞാനവിടെ അടിക്കുന്നുണ്ട്, ചേട്ടൻ അവിടെ വൈറ്റ് വാഷും ചെയ്യുന്നുണ്ട്, ഞാൻ വാതിലുമ്മ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ദിവസം 2 മണി തന്നെയായി. ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ അടിക്കുന്നത്. ചേട്ടൻ ഒരു കോട്ട് അടിച്ചു. പക്ഷേ എന്താ പറയുക, ആ ഒരു റൂം നമ്മൾ തുടക്കത്തിൽ കാര്യമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് 2-3 കോട്ടൊക്കെ ഒന്ന് ചെയ്യേണ്ടി വന്നു. എൻ്റെ വാതിലിൻ്റെ പ്രൈമർ അടി അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാറി. പിന്നെ ചേട്ടൻ നിറച്ച് ചുറ്റും പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ച് താഴ്ത്താവാണ്ടിരിക്കുക, നമുക്ക് കാർപ്പറ്റ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ കാർപ്പറ്റ് വിരിക്കാനായിട്ട് പറ്റില്ല, മാർച്ച് 1 വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ കട്ടിൽ പുറത്ത് നിന്ന് അടിക്കണം കേട്ടോ. നട്ടപ്പാതിരയാണ്. എനിക്ക് നല്ല പേടി തോന്നി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ നല്ല സ്പീഡിൽ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് അടിച്ചു. ആ സൈഡൊക്കെ ഈ പറഞ്ഞ മാതിരി ഇത്തിരി പതുക്കെ അല്ലേ അടിക്കാൻ പറ്റുള്ളൂ. നേരെ വെളുത്ത് വന്നപ്പോഴായിരുന്നു, കുറേ സ്ഥലത്തൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പനമ്പുമ്പോൾ നടുവിൽ പിന്നെ വേഗം ആവുമല്ലോ. ചേട്ടൻ ഇത്രയായിട്ടുള്ളൂ. ചേട്ടൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കട്ടിലൊക്കെ അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കട്ടിലകത്തേക്ക് എടുത്തിട്ടില്ല, മേശയും അലമാരിയൊക്കെ അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺഡേയിൽ രാവിലെ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം വൈകിട്ട് എഴുന്നേറ്റ്, നേരം വൈകിട്ടല്ലേ കിടന്നത് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കട്ടിലും വാതിലും തന്നെയാണ് ഞാൻ പെയിൻ്റ് അടിക്കാനായിട്ട് വന്നത്. ചേട്ടൻ വീണ്ടും ടച്ചപ്പയിലാണ്. അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അത് കാരണം 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് അടിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കട്ടിലിൻ്റെ പെയിൻ്റ് അടിക്കുക കഴിഞ്ഞ് ഞാൻ പിന്നെ വാതിലുമ്പയ്ക്ക് തുടങ്ങി. അങ്ങനെ വാതിലും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ കർട്ടൻ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശനിയാഴ്ച. പിന്നെ നേരെ തുണിക്കടയിലേക്ക് വിട്ടു. അങ്ങനെ അവിടെ പോയിട്ട് കർട്ടൻ വാങ്ങിച്ചു. നമ്മുടെ ഗ്രീൻ കർട്ടൻ്റെ അതേ ഇതിലുള്ള ബ്ലൂ ആണ് വാങ്ങിച്ചത്. ഈ ഒരു ബ്ലൂ എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഭയങ്കര ലൈറ്റായി പോകും. ഒന്നാമത്തെ വൈറ്റ് അല്ലേ ചുമര്, അപ്പോൾ അത് കാരണം മറ്റേ തന്നെ എടുത്തു. പക്ഷേ നമ്മുടെ ഇതിനേക്കാളും ഒരു കർട്ടന് 100 രൂപ അങ്ങോട്ട് വ്യത്യാസമുണ്ട്. അത് കാരണം അതുകൊണ്ട് ഈ ഗ്രീനിൻ്റെ ഒരു പ്രീമിയം ലുക്ക് അതിന് ബ്ലൂവിന് അത്ര അങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അലമാരി ചെരിച്ചൊക്കെ കൊണ്ടുപോയി അവിടെ കിടത്തി. അലമാരി എന്ന് പറയുന്നത് കട്ടിൽ. അപ്പോൾ കട്ടിൽ എനിക്ക് നടുവിലിടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആരും സമ്മതിച്ചില്ല. അങ്ങനെ ശ്രീകുട്ടൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ നല്ല ഉറക്കമായിരുന്നു, അവിടെ ശരിക്കും ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ തുടങ്ങി ആ ഹാളിലും സോഫയിലും താഴത്തൊക്കെ ഉരുണ്ട് കിടന്ന് ഉറക്കാട്ടോ. ഈ ഒരു സമയത്തൊന്നും അവൻ വന്നില്ല. അങ്ങനെ മേശ ഞാനങ്ങനെ ജനലയുടെ നേരെ ഇടാന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് എല്ലാവരും പഠിക്കാനിരിക്കുമ്പോൾ. അങ്ങനെ അതും ചെയ്തു വെച്ചു. ആദ്യത്തിനും അഭിപ്രായം പറയാനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തിനും കൂടി ഉപയോഗിക്കേണ്ട റൂമല്ലേ. അങ്ങനെ കർട്ടൻ 5 പീസ് വാങ്ങിച്ചു. 3 കള്ളിയിലേക്ക് 3 എണ്ണം, 2 കള്ളിയിലേക്ക് 2 എണ്ണം, ഓരോന്നും കൂടി കൂടുതലിട്ടാൽ നല്ല ഭംഗിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ട് ഈ കർട്ടൻ? കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. നമ്മൾ ഇതിൽ കാണുന്നേക്കാളും കുറച്ചും കൂടിയും ഡിമ്മായിട്ടുള്ള കളറാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഇട്ടു. ഒരു 5 മണി ഒക്കെ സമയമാണ്. അപ്പോൾ നല്ല സൂര്യൻ അസ്തമിക്കുന്ന സമയമല്ല. അപ്പോൾ ആ ചുമന്ന വെളിച്ചമാണ് അകത്തേക്ക് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാനത് കാരണം വേഗം കർട്ടൻ 2 സ്ഥലത്തേക്ക് കർട്ടൻ റെഡിയാക്കിയിട്ടു. പിന്നെയാണ് ആലോചിച്ചത് വെളിച്ചം കൂടുതൽ വേണമെന്നങ്ങനെ. പിന്നെ വലിയ ബൾബൊക്കെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഈ ഒരു ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇനി കിടക്ക എടുത്ത് ഇടണം. കിടക്ക ഞാനിപ്പോൾ കവറ് പൊട്ടിച്ചിട്ടില്ല, 2 ദിവസത്തിനുള്ളിൽ അവർ കിടന്നത് പൊട്ടും. അപ്പോൾ പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആ ഒരു ഭംഗിയിൽ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതങ്ങോട്ട് എടുത്ത് മാറ്റാനായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ കട്ടിലുമ്മ ടൈറ്റല്ല. ഇപ്പോൾ എൻ്റെ മുറിയിലുള്ള കട്ടിലുമ്മയൊക്കെ കിടക്ക ടൈറ്റാണ്. ഇത് ബാക്കിലേക്ക് ഇത്തിരി ടൈറ്റ്നെസ് കുറവുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അടിയിൽ ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു സിബുള്ള കവറും കൂടി ഇടണം. അപ്പോൾ അതൊക്കെ വഴിയെ അങ്ങനെ ഓരോന്ന് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാതും ചിലപ്പോൾ അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല. ഈ ഇതെങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു അല്ലേ ഷോർട്ട് വീഡിയോയിൽ. ഇപ്പോഴത്തെ ട്രെൻഡിങ് കിടക്ക വിരിയാണ് കേട്ടോ. അപ്പോൾ ആദിത്യം പറയണേ ഞാൻ ഇതൊന്നും ആലോചിച്ച് ചെയ്തതല്ല, ഇതൊക്കെ ചക്കയ്ക്ക് അമ്മയ്ക്ക് കളർ കോമ്പിനേഷൻ കിട്ടിയതാണ്. അതും തന്നെ ബ്ലൂ കളറുണ്ട്, അതുപോലെ കാപ്പി കളറുണ്ട്, വുഡിൻ്റെ കളറുണ്ട്, ഒക്കെ ചക്കയ്ക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചക്കയ്ക്ക് വന്നതല്ല, ഞാനതൊക്കെ ആലോചിച്ച് ചെയ്തത് തന്നെയാന്ന് പറഞ്ഞു. ചക്കയ്ക്ക് വന്നതാന്നൊക്കെ പറഞ്ഞു വാദിച്ചിട്ട്. അവൻ്റെ റൂം അവൻ ഡിസൈൻ ചെയ്തുകൊണ്ട് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പതുക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും അലമാരി എടുത്തിട്ടുണ്ട്. അലമാരി ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ എടുത്ത് വെച്ചത്. ഇനി കുറച്ച് ചെടികളും കൂടി വയ്ക്കാം. ഹാളിൽ നമ്മളൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവറല്ലേ വെച്ച്, ഇവിടെ നമ്മളൊക്കെ ചെടികളാണ് വെക്കണത്. അപ്പോൾ അങ്ങനെ അന്നങ്ങനെ പോട്ടുകളൊന്നും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കസേര അതാ ഈ രണ്ടും ഒരേ കളർ വേണ്ട, കാപ്പി കളർ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കാപ്പി കളർ കസേര കൊണ്ടിട്ടുണ്ട്. ചവിട്ടിക്ക് കണ്ട കാപ്പി കളർ കോമ്പിനേഷൻ വന്നിരിക്കണം. അപ്പോൾ മേശ അതാണെങ്കിൽ കസേര കാപ്പി കളർ മതി എന്ന് പറഞ്ഞു കേട്ടാ കൊണ്ടുവിട്ടേക്കണതാ കാണുന്നത് കേട്ടോ. കൂട്ടുകാരെ അഭിപ്രായം പറഞ്ഞോളൂ. ക്ലോക്ക് ഇതാ അവരെ മുറിയിലുണ്ടായിരുന്ന ക്ലോക്ക് നോക്കിയപ്പോൾ തുരുമ്പൊക്കെ പിടിച്ച് എന്താ ഇതാ ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളെ ഹോളിൽ ഉണ്ടായിരുന്നത് ചേട്ടൻ മറ്റേ ഗോൾഡ് പെയിൻ്റ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കയ്യിൽ, അതടിച്ചങ്ങാണ്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കോണിയിൽ അവിടെയും നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയും വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ചെടിയായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും. വെച്ചാൽ അതിൻ്റെ അടിയിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ തൽക്കാലം ഞാനൊരു പലക വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ലക്കി ബാമ്പു വൈറ്റ് ചെടിച്ചട്ടിയിൽ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി മാറ്റങ്ങളൊക്കെ നമുക്ക് ഓരോ വെക്കാമല്ലോ. ഇപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് വന്നപ്പോഴാണ് ഈ ഒരു അരിക്കാപ്പാമെന്നല്ല ഇതിനെ പറയാം, അരിക്കാപ്പാമെന്നൊന്നും ഈ ചെടീനെ പറയാം. അപ്പോൾ ഇത് വന്നപ്പോഴാണ് ശരിക്കും ഒരു ലുക്കായത് ആ റൂമിലിട്ട്. അതുവരെ ഒരു പ്ലെയിൻ ഒരു ലുക്ക് പോലെ ആയിരുന്നു. അപ്പോൾ ഇത് വെച്ചപ്പോൾ നിറയൊരു ഒന്ന് ഫില്ലായ പോലെ തോന്നി കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് നോക്കാം. എന്താ വാതിലൊക്കെ തുറന്നു, നമ്മുടെ കട്ടിൽ കിടക്കണു, 2 കർട്ടൻ, നല്ല കളർ കോമ്പിനേഷൻ. ഭയങ്കര ഹാപ്പി ആയില്ലേ? എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ വൃത്തിയില്ലാത്ത സ്ഥലം നല്ല വൃത്തിയാക്കി എടുക്കുമ്പോഴത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, പറഞ്ഞാൽ തീരില്ല. അത്രയാണ്. 2 ചെറിയ ചെടികളും ഞാൻ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ ജനലാമയ്ക്ക് വെച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാർപ്പറ്റ് ഇടാത്തതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട്. അത് ഞാൻ കാർപ്പറ്റ് ഇട്ടിട്ട് കാണിക്കാം എന്തായാലും അടുത്ത തിങ്കളാഴ്ചത്തെ വ്ളോഗിൽ ഇനി അത് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ മിക്കവാറും മാർച്ച് 1 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അങ്ങോട്ടാന്ന് തോന്നുന്നു. ശനിയാഴ്ചയല്ലേ വരുള്ളൂ. അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഇതുമൊക്കെ സിൽവർ പെയിൻ്റാണ് ചേട്ടാ അടിക്കുന്നത്. സിൽവർ പെയിൻ്റൊക്കെ ഒരു ചെറിയൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാതും അങ്ങനെ ശരിയാക്കി. അപ്പോൾ ഇനി ഇതും കൂടിയുള്ള മേറ്റക്കൊടി ഇടാനുള്ള. പക്ഷെ അപ്പോഴേക്കും വീഡിയോ ഭയങ്കരമായിട്ട് വൈകില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത്. എങ്ങനെയുണ്ട് ലുക്ക്? ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബുധനാഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം. വെള്ളിയാഴ്ച കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.